വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പതേ യോഗേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. എന്താണ് ഇന്നത്തെ ചർച്ചാ വിഷയം? ഈ മാസം കാർത്തിക മാസം വളരെ വളരെ വിശേഷപ്പെട്ട ഒരു മാസമാണ്. നമ്മുടെ പുരാണങ്ങളിലെല്ലാം ഈ മാസത്തിനെ കുറിച്ച് വളരെ മനോഹരമായി ശ്രദ്ധിക്കുന്നു. ഈ മാസത്തിൽ ഭഗവാൻ അനേകം ലീലകൾ ചെയ്തു. ആദ്യമായി കൃഷ്ണ ഭഗവാൻ പശുക്കളെ മേച്ചുകൊണ്ടുപോയത്, എണ്ണ മോഷ്ടിച്ചത്, ഈ കമാല മരങ്ങൾ, 2 മരങ്ങൾക്ക് മോക്ഷം, ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചത്, നരകാസുരനെ വധിച്ചത്, കുചേരനെ കണ്ട ദിവസം, ഇങ്ങനെ ദീപാവലിക്ക് ഒരുപാട് രസം. രാമായണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ രാവണനെ വധിച്ച് ശ്രീരാമചന്ദ്രമൂർത്തി തിരിച്ച് അയോധ്യയിൽ വന്നത് ദീപാവലി ദിവസം. ഇന്നലെ അതുകൊണ്ട് സർക്കാർ 5 ലക്ഷം വിളക്ക് സ്ഥാപിച്ചു. ദേവി മഹിഷാസുരനെ വധിച്ച് തിരിച്ചു വരുന്നത് സാധാരണ വ്യക്തികളും നമ്മളും ദീപാവലി കാണുന്നത് 2 രീതിയിലാണ്. ദീപാവലി എന്തിന്റെ ഉത്സവമായിട്ടാ പറയുന്നത്? എന്തിന്റെ ഉത്സവം? ദീപാവലി. ദീപങ്ങളുടെ ഉത്സവം. നരകാസുരനെ വധിച്ച് തിരിച്ചു വന്നപ്പോ എല്ലാവരും പറയുന്നത് ദീപാവലി എന്ന് വെച്ചാൽ ദീപങ്ങളുടെ ഉത്സവം. വടക്കിന്ത്യക്കാര് ദിവാലി എന്ന് പറയും. അപ്പൊ അവര് സാധാരണ ജനങ്ങള് ദീപത്തിനെ ഐശ്വര്യമായിട്ടാണ് കേരളത്തിലൊക്കെ വിളക്കെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചടങ്ങാണ്. ഐശ്വര്യം. എന്തിനാ വിളക്കെത്തിക്കുന്നത്? അല്ലേ? കേരളത്തിലെ വിവാഹം പോലും വിളക്കിലെത്തിച്ച് വെച്ചാണ് വിവാഹം നടത്തുന്നത്. വിളക്കെത്തിച്ച് വെച്ച് കാര്യം. അപ്പൊ ആരാണ് സാക്ഷി? ദീപം. വിളക്ക് സാക്ഷി. ദീപം എന്ന് പറയുമ്പോൾ 33 കോടി ദേവീദേവന്മാരും ആ വിളക്കിലുണ്ട്.
അപ്പോ സാധാരണ ജനങ്ങൾ വിളക്കിന് ദീപത്തിന് ഐശ്വര്യമായി കാണുന്നു. കൃഷ്ണഭക്തന്മാർ ജ്ഞാനമായി കാണുന്നു. ജ്ഞാനം ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നു, അഹമജ്ഞാനജം തമഃ ജ്ഞാനദീപേന ഭാസ്വത. ഇപ്പോ ഒരു ചെറിയ ചോദ്യം, സത്യസന്ധമായ മറുപടി. ഒരാളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ പൈസ ഉണ്ടെങ്കിൽ തീരോ, ജ്ഞാനം ഉണ്ടെങ്കിൽ തീരോ? ഞാൻ ചോദിക്കുന്നു. വെളിയിൽ ആരെങ്കിലും ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? പൈസ അല്ലെ? പൈസ ഉണ്ടെങ്കിൽ തീരോ, ജ്ഞാനം ഉണ്ടെങ്കിൽ തീരോ? പ്രകാശ്, പൈസ. അപ്പോ സാധാരണ ജനങ്ങൾ ദീപത്തിനെ ഐശ്വര്യത്തോടും ഭക്തന്മാർ ദീപത്തിനെ ജ്ഞാനത്തോടും. വിളക്ക് കത്തിച്ചു വെച്ചാൽ ഇരുട്ട് കാണാനുണ്ടാവും അല്ലെ? ഇരുട്ടിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇരുട്ടിനെ അടിച്ചോട്ടിക്കാൻ അതിനെ ഒരു ഊതി തള്ളി അതൊന്നും ചെയ്യണ്ട. പ്രകാശം വന്നാൽ താനേ ഇരുട്ട് പോയി. ഇരുട്ടിന് വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യം ഇത് ചെയ്താൽ മാത്രം. അപ്പൊ ഇരുട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴാ ജീവിതത്തിൽ ഭയം ഉണ്ടാകും? നട്ടുച്ചയ്ക്ക് 2 മണിക്കോ രാത്രി വന്നു ഒരു സാധാരണ മനുഷ്യർക്ക് എപ്പോ ഭയം ഉണ്ടാകും? നട്ടുച്ചയ്ക്ക് എന്താ പേടിക്കാത്തത്? ഉച്ചയ്ക്ക് വീട്ടിൽ പെട്ടെന്ന് അങ്ങനെയൊന്നും കേൾക്കില്ല ഇല്ലേ? അത് ഉച്ചയ്ക്ക് വെളിച്ചം ഒരുപാട് കാര്യം. വെളിച്ചം ധൈര്യം, വെളിച്ചം ജീവിതത്തിൽ ഒരു തെളിച്ചത്. ഈ വേണ്ടാത്ത ചിന്ത പകല് വരും, രാത്രി എവനെങ്കിലും ചതിക്കണം, എവനെങ്കിലും ചെയ്യണം, രോഗിക്കണം. ഈ ചിന്തകളൊക്കെ പകല് വരും, രാത്രി വരും. ഈ ഇരുട്ടെന്ന് പറയുന്ന സാധനം, അന്ധകാരം, ഭയം, വേണ്ടാത്ത ചിന്തകൾ, ഇങ്ങനത്തെ എല്ലാത്തിനെയും സഹായിക്കുന്നത് ഇരുട്ടാണ്. കൊലപാതകം ചെയ്യുക, കൊള്ളയടിക്കുക, പിടിച്ചു പറിക്കുക. ഇനി നമ്മൾ പകലിലുള്ളത് പോലെ നമ്മുടെ മനസ്സിൽ ദുശ്ചിന്ത വരില്ല. ഇപ്പൊ ചിലപ്പോ ഭർത്താവ് വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, ഭാര്യയ്ക്ക് പോകും ഉറങ്ങി കിടക്കുന്ന ആട്ടിൽ. ഈ ചിന്ത പകൽ വരെ രാത്രിയിൽ വേണ്ടാത്ത എല്ലാ ചിന്തകളും വരുന്നത്. അതുകൊണ്ടാണ് കൃഷ്ണ സൂര്യ സമ മായാമയ അന്ധക. ഭഗവാൻ സൂര്യൻ, മായ എന്താണ്? അന്ധകാരം, ഇരുട്ടും. എവിടെ ഭഗവാൻ ഉണ്ടോ അവിടെ ഇരുട്ടുണ്ടാകും. എവിടെ വിളക്കുണ്ടോ അവിടെ ഇരുട്ടുണ്ടാകും. വിളക്കില്ലെങ്കിൽ താനേ ഇരുട്ടായിക്കോളും. ഇരുട്ടിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. ജീവിതത്തിൽ കൃഷ്ണനില്ലെങ്കിൽ താനേ ദോഷം വന്നോളൂ. ദോഷത്തിന് വിളിച്ചു വരുത്തണ്ട. കരഞ്ഞിട്ടൊക്കെ 2 ആഴ്ചയായി, ഒരു ദിവസം കരഞ്ഞപ്പോ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പൈസയൊക്കെ നഷ്ടപ്പെട്ട് താഴെ വീണ് കാലുവിന് കുറെ ദിവസമായി, ഒന്നും അങ്ങനെയൊന്നും ആഗ്രഹില്ല. താനേ അതിനെ വിളിച്ച് ദുഃഖത്തിനെ ക്ഷണിക്കേണ്ട കാര്യമേ ഇല്ല. താനേ നമ്മുടെ ജീവിതം. പക്ഷെ എതിനെ ക്ഷണിക്കണം? പ്രകാശത്തിനെ, ഈശ്വരനെ ക്ഷണിച്ചാലേ. അപ്പോ ഭക്തജനങ്ങൾ വിളക്കിനെ ജ്ഞാനമായിട്ട്, സാധാരണ ആൾക്കാർ വിളക്കിനെ ഐശ്വര്യമായി കാണിച്ചു. വൃന്ദാവനത്തില് ബർസാന എന്നൊരു സ്ഥലം, ഗോകുലം കേട്ടിട്ടുണ്ടോ? ഗോകുലം കേട്ടിട്ടുണ്ട്. ഗോകുലം ചെട്ടി പൊട്ടിപ്പോയ ഗോകുലം കേട്ടില്ല. ഗോകുലം ഗോപാലല്ല, യഥാർത്ഥ ഗോപാലൻ. ഗോകുലം കൃഷ്ണ ഭഗവാന്റെ എന്താ പറയാ, കൃഷ്ണൻ കാരാഗ്രഹ ജയിലിലല്ലേ ജനിച്ചത്. അപ്പൊ വസുദേവൻ കൃഷ്ണനെ കാരാഗ്രഹത്തിൽ നിന്ന് ഗോകുലത്തിലാണ്. കുറച്ചു കാലം കൃഷ്ണൻ ഗോകുലം ഉണ്ടായിരുന്നു, പിന്നെ അവിടെ വേറെ സ്ഥലം. അതേപോലെ രാധാദേവി ജനിച്ച സ്ഥലം പിന്നെ അവിടെ മാറിപ്പോയ സ്ഥലം ബർസാന എന്ന് പറയുന്നത് വൃന്ദാവനത്തിലില്ല. അപ്പൊ ഒരു ദിവസം രാധാകൃഷ്ണന്മാർ ഇങ്ങനെ ഊഞ്ഞാലിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു സാധു ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, കൃഷ്ണ,
അങ്ങ് വന്ന് നന്ദഗോപരുടെ മകനല്ലേ, വലിയ രാജാവിന്റെ പുത്രനല്ലേ, രാധാദേവിയാകട്ടെ വൃഷഭാനു രാജാവിന്റെ പുത്രിയാണ്. നിങ്ങളെല്ലാം രാജാക്കന്മാരുടെ മക്കളാണ്. ഞാനൊരു സാധു ബ്രാഹ്മണൻ, എന്റെ മകൾക്ക് 2 പെൺമക്കൾ, വിവാഹം കഴിച്ചു കൊടുക്കാൻ എന്റെ കയ്യിൽ കാശില്ല. നിങ്ങൾ എന്തെങ്കിലും ദാനം ചെയ്താൽ ഞാൻ എന്റെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാം. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, അതെന്താ കാശൊന്നും ഉണ്ടാക്കാത്തത്? അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തനായി കഴിഞ്ഞു ഞാൻ. എന്റെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത് അന്നാണ്. അതുകൊണ്ട് എന്റെ മനസ്സിൽ അങ്ങുള്ളത് കൊണ്ട് ഞാൻ വേറെ ഒരു സമ്പത്തിന്റെ പുറകെ പോയില്ല. കൃഷ്ണന് ഇഷ്ടപ്പെട്ടു ആ ഒരു മറുപടി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു? ആ ബ്രാഹ്മണന്റെ എന്നാ ശരി, ഞാൻ രാധാറാണിയെ ദാനമായി തരാം. ആരെ തരാം? രാധാറാണി. ബ്രാഹ്മണൻ പറഞ്ഞു, എന്റെ വീട്ടിൽ ഓൾറെഡി 2 പെൺമക്കൾ, അതിനെ ഒരു കര ചേർക്കാനേ എന്നെ കൊണ്ട് പറഞ്ഞിട്ടില്ല. ഭഗവാൻ ഒന്നിനെയും കൂടെ തന്നാ ഞാൻ. അപ്പൊ അങ്ങനെ എന്നാ ശരി എന്ന് പറഞ്ഞ് രാധാദേവിയെ തുല്യമായ സ്വർണം ഭഗവാൻ ദാനം ചെയ്തു. അങ്ങനെ ആ ബ്രാഹ്മണൻ വിവാഹം. ഭക്തി എന്ന് പറയുമ്പോൾ 3 തലത്തിലുള്ള മനസ്സിലാക്കലാണ്. തുടക്കം നിങ്ങൾ ഏത് തരം ഭക്തിയാണ് പറയും? ഒരു വശത്ത് ഗജേന്ദ്രനുണ്ട്, ഇനിയൊരു വശത്ത് കുന്തിദേവി. ഗജേന്ദ്രന്റെ കാലിനെ മുതല പിടിച്ചപ്പോൾ ഗജേന്ദ്രൻ, കൃഷ്ണ എന്നെ രക്ഷിക്കണേ, മുതലേ ഇത് രക്ഷപ്പെടാൻ വേണ്ടി ഗജേന്ദ്രൻ പ്രാർത്ഥിച്ചു. ഇനിയൊരു വശത്താരാണ്? കുന്തി. കുന്തി എന്താ പ്രാർത്ഥിക്കുന്നത്? കൃഷ്ണ എനിക്ക് പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും തരുന്നതാണ്. എന്തിനാണ്? ഓരോ പ്രശ്നം വരുമ്പോഴും ഞാൻ കൃഷ്ണ വിളിക്കുവാക്ക് വരാം. അതുകൊണ്ട് അങ്ങേ കാണാൻ വേണ്ടി ഏത് പ്രശ്നത്തിലും ഞാൻ ജഗന്നാൻ തയ്യാറാണ്. ഇത് കുന്തിയുടെ പ്രാർത്ഥന. ഗജേന്ദ്രന്റെ പ്രാർത്ഥന, കൃഷ്ണ എന്നെ എല്ലാ പ്രശ്നങ്ങളിലും. നമ്മൾ ഏത് കൂട്ടത്തിൽപ്പെടും? ഗജേന്ദ്രനാണോ കുന്തിയാണോ? നമ്മളെല്ലാം ഗജേന്ദ്രൻ അല്ലേ? അപ്പൊ നമ്മൾ കാലമില്ല, തെറ്റൊന്നുമില്ല, അത് ഭാഗവതത്തിൽ അനുവദിച്ചത്. അപ്പൊ 3 തലത്തിലാ മനസ്സിലാക്കുക. ആദ്യം നമ്മൾ എന്തിനാ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ, കൃഷ്ണ എന്റെ കുടുംബത്തിൽ ഒരു ദോഷമില്ല, മക്കളെല്ലാം നല്ല നിലയിലാണ്, കുടുംബം നന്നായിരിക്കും, ആരോഗ്യം നന്നായിരിക്കും, സമ്പത്ത് വേണം, എല്ലാം വേണം. ഇത് ആദ്യത്തെ സ്റ്റേജ്. കുറച്ചും കൂടെ ഭക്തിയിൽ വരുമ്പോ പിന്നെ അവർക്ക് മനസ്സിലാകും ഇതല്ല സമ്പത്ത്. ഏതാണ് സമ്പത്ത്? ഭഗവാനാണ് യഥാർത്ഥ. ഈ ബ്രാഹ്മണൻ മനസ്സിലായി. അതുകൊണ്ട് ആ ബ്രാഹ്മണൻ ഒരു ജീവിതം മുഴുവനും ജോലി ചെയ്താൽ ഇത്ര സ്വർണം കിട്ടില്ല. കൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? വാരി കൊടുക്കും അല്ലെ? അപ്പൊ രണ്ടാമത്തെ നിലയിൽ വരുമ്പോ നമുക്ക് യഥാർത്ഥ സമ്പത്ത് ഏതാണെന്ന് മനസ്സിലാവും. മൂന്നാമത്തെ നിലയിൽ വരുമ്പോ ഈ സമ്പത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ത്യാഗം ചെയ്താലും കുഴപ്പമില്ല, എനിക്ക് ആ സമ്പത്ത് മതി എന്ന ഒരു മനസ്സിലാക്കൽ. അപ്പൊ നമ്മൾ പേരിലാണ് ആദ്യമോ വേണ്ട. ആദ്യം എന്താണ്? ഭഗവാനെ എന്റെ സമ്പത്തെല്ലാം സംരക്ഷിക്കും, എന്റെ ആരോഗ്യം, കുടുംബം എല്ലാം സംരക്ഷിക്കും. രണ്ടാമത്തത് അല്ലല്ല, ഇതല്ല സമ്പത്ത്, കൃഷ്ണനാണ് സമ്പത്ത്. മൂന്നാമത്തത് ഇത് കളഞ്ഞാലും കുഴപ്പമില്ല, കൃഷ്ണൻ കിട്ടിയാണ്. ഇപ്പൊ നമ്മൾ ഏത് നിലയിലാണ്? ഒന്നാം, രണ്ടാം, ബാക്കി എല്ലാരും ഒന്നില്, മൂന്നിലാരുമില്ല. അപ്പോ എല്ലാം കിട്ടിയാലും മതി എന്ന് പറഞ്ഞു. ഇതാണ് ഈ ബ്രാഹ്മണന്റെ കഥയിൽ മനസ്സിലായത്. യഥാർത്ഥ സമ്പത്ത് ഈശ്വരൻ. ഈശ്വരൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞു, ആ വ്യക്തി അതനുസരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ വേറെ ഒരു പ്രശ്നമില്ല, ആനേ ശരിയാവും. പക്ഷെ ഇത് നമ്മൾ കേട്ടുവെങ്കിലും നമുക്കതിൽ ഒരു ഉറപ്പ് വരുന്നില്ല. ശരിയാണ്, എവിടെ തിരിച്ച് പകുതിയിലായി പോയാലോ അല്ലേ, ഒരു ഭയം ഉണ്ടാകുന്നു. അതുകൊണ്ട് ആ പുരന്ദരദാസൻ കേട്ടിട്ടുണ്ടോ? ഈ പേര് പുരന്ദരദാസൻ. ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കില്ല, ക്ലാസിക്കൽ, അതിലൊരു ഗുരുവായിട്ടാണ് ഈ പുരന്ദരദാസനെ പറയുന്നത്. അദ്ദേഹം 3-4
കോടി പാട്ടുകൾ കൃതികളാണ് അദ്ദേഹം രചിച്ചത് ജീവിതത്തിൽ. 4 കോടി പാട്ട്. ഇദ്ദേഹത്തിന്റെ പഴയ പേര് നവകോടി നാരായണൻ. 9 കോടി രത്നം കയ്യിലുണ്ടായ പ്രകാശ് ജിയുടെ കയ്യിൽ എത്രയുണ്ട്? സ്വർണ്ണപ്പണിയില്ലേ? ഒന്നുമില്ല. 9 കോടി രത്നങ്ങളാണ് ഈ വ്യക്തിയുടെ കയ്യിൽ. ആരുടെ കയ്യില്? നവകോടി നാരായണൻ. പഴയ പേരാ 5 പൈസ. ദിവസവും വീട്ടിലെ ഭാര്യയ്ക്ക് പാചകത്തിന് നെയ്യ് അളന്നു തരും. അത്രയും പാചകം ചെയ്യാവും. നെയ്യ് പോലും അളന്നു തരും. പ്രഭു അങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും വീട്ടില്? ദിവസം 100 ml എണ്ണ മാത്രം. ഈ പിശുക്കൻ എന്ത് ചെയ്യും? ഭക്ഷണം കഴിക്കുമ്പോ നെയ്യും ഇതൊക്കെ ഉപയോഗിക്കില്ല. ഉപയോഗിച്ചേ. അതുകൊണ്ട് ഈ പിശുക്കൻ എന്ത് ചെയ്യും? ചോറ് കഴിച്ചിട്ട് നെയ്യ് ഇത് തിന്നാൻ തീർന്നു പോകും. അങ്ങനത്തെ ഒരു മഹാപിശുക്കനാണ് അത് നവകോടി. എന്നാ പൈസയാ, സമ്പത്ത്, കുബേരന്റെ അത്രയ്ക്ക് ആസ്തിയാണ്. ഭഗവാൻ വിചാരിച്ചു ഇങ്ങനെ അല്ലേ? യഥാർത്ഥത്തിൽ ധനത്തിന്റെയും ജ്ഞാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും രഹസ്യം എന്താണെന്ന് അറിയാമോ? ഇത് പങ്കുവയ്ക്കുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും. ഭൗതിക ജനങ്ങൾ ഇത് അറിയില്ല. എന്റെ പോക്കറ്റിൽ 100 രൂപ ഉണ്ട്, ഞാൻ ഒരാൾക്ക് 50 രൂപ കൊടുക്കും, ബാക്കി എത്രയാണ്? 50. ആധ്യാത്മിക കണക്ക് ഏത് കിണറിൽ നിന്നാണോ നിരന്തരം വെള്ളം കോരിക്കൊണ്ടേയിരിക്കുന്നത്, ആ കിണറ്റിൽ വെള്ളം എന്താകും? ഊറ്റ് കൂടും, ശുദ്ധമായിരിക്കും. ഇതേ ഭൗതിക ആളുകളെ വെള്ളം എടുക്കില്ല, പറഞ്ഞു പോകും എന്ന് പറഞ്ഞു. എനിക്ക് പാടാനുള്ള കഴിവ്, ഞാൻ 10 പേർക്ക് പാട്ട് പഠിപ്പിച്ചു, എന്റെ കഴിവ് കൂടെ കുറയും. ആധ്യാത്മിക അനുഗ്രഹം അത് അങ്ങനെയാണ്. ഏതൊരാളാണ് നിരന്തരം ദാനധർമ്മം ചെയ്ത് ജനങ്ങൾക്ക് സന്തോഷമായി എന്ത് നമ്മൾ ഇന്നൊരാൾ കൊടുക്കുന്നു, അത് നമ്മളെ വർദ്ധിക്കും. അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് ഈ മനുഷ്യന് മനസ്സിലാകുന്നില്ല. ആർക്ക്? ഏത് വസ്തുവിനെ ബഹുമാനിക്കുന്നോ, ഏത് വസ്തുവിനെ എല്ലാവരുടെ സഹായത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, ആ വസ്തു നമ്മുടെ ജീവിതത്തിൽ എത്തുന്നു. ഇത്രയേ. ബന്ധുക്കളെ ബഹുമാനിച്ചാൽ ബന്ധുക്കൾ, പണത്തിനെ ബഹുമാനിച്ചാൽ പണം. ഏതിനെ നമ്മൾ ബഹുമാനിക്കോ എന്തെങ്കിലും അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഭഗവാൻ ഇത്രയും വെച്ചിട്ട് ഇയാളെ ശരിയല്ല, നന്നാക്കണം എന്ന് ഭഗവാൻ. ഒരു വയസ്സായ ബ്രാഹ്മണന്റെ രൂപത്തിൽ നവകോടി നാരായണന്റെ കട. ഇയാൾക്ക് എന്താ പണി? സ്വർണം വാങ്ങിക്കുക, പലിശയ്ക്ക് കൊടുക്കുക, സ്വർണം ഇതൊക്കെ ഉണ്ടാക്കുക, അങ്ങനത്തെ ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്നിട്ട് ഇതേപോലെ കടയാണ്. എനിക്ക് വയസ്സായി മകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം, അതുകൊണ്ട് നവകോടി നാരായണ എന്തെങ്കിലും ദാനം ചാട്ടാം എന്ന് ഭഗവാൻ തന്നെ ഒരു ബ്രാഹ്മണന്റെ രൂപത്തിൽ വന്ന് ചോദിച്ചു. ഈ നവകോടി നാരായണന്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഇല്ലെന്ന് പറഞ്ഞ ലക്ഷ്മി ഇറങ്ങി പോകുമോ എന്നൊരു പേര്. അതുകൊണ്ട് തരില്ലെന്ന് പറയില്ല. ഇങ്ങനെ കുറെ അമ്മമാരുണ്ട്. ഇല്ലെന്ന് പറയില്ല, കാരണം ലക്ഷ്മി ഇറങ്ങി പോകാൻ വെള്ളിയാഴ്ച ഇല്ലെന്ന് പറയും. അതുകൊണ്ട് എന്ത് ഭഗവാന്റെ അടുത്ത് നാളെ. അപ്പൊ ഭഗവാൻ നാളെ വരും. അശോ ശരിയായില്ല, അത് നാളെ തരില്ലെന്ന് പറയില്ല. നാളവാ ഒരു കൊല്ലം കേച്ചു. ആര്? ഭഗവാനെ കേച്ചിയല്ലേ. എനിക്ക് തോന്നി നവകോടി നാരായണ പാഠശാലക്കാരൻ. കാരണം നമ്മള് ഇവിടെ 10 കൊല്ലമായിട്ട് കയറി ഇറങ്ങുന്ന ആൾക്കാർ നാളവാ ഭക്തരാവുന്നില്ല. അപ്പൊ നാളവാ ഒരു കൊല്ലം ഭഗവാനും ക്ഷമയോടെ കയറി. ഇനി ശരിയാവില്ല. ഭഗവാൻ എന്ത് ചെയ്തു? നേരെ നവകോടി നാരായണന്റെ ഭാര്യയുടെ വീട്ടിൽ പോയിട്ട് സങ്കടമെല്ലാം പറഞ്ഞു. അപ്പൊ ഭാര്യ വലിയ സങ്കടം. ഉടനെ ഈ സ്ത്രീ എന്ത് ചെയ്തു? പറയാതെ ഒരു നവരത്ന മോതിരം കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നല്ല വിലപിടിപ്പുള്ളതാണ്, ഇതിലെല്ലാം വിലപിടിപ്പുള്ള കല്ലെടുത്ത് കുടിച്ച് സുഖമായിട്ട് എന്റെ മകളുടെ വിവാഹം നീ രക്ഷപ്പെട്ടു. ഭഗവാൻ ഈ മോതിരം വാങ്ങിച്ചിട്ട് വിൽക്കാൻ നേരെ നേരെ നവകോടി നാരായണന്റെ കട. അയാൾ നോക്കിയപ്പോ ഭാര്യയുടെ സാധനം. ഇതെവിടെ നിന്ന് കിട്ടി? അപ്പൊ ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചു, നീ തന്നില്ലല്ലോ.
എനിക്കൊരാൾ ദാനമായിട്ട് തന്നു, എടുത്തിട്ട് കാശ് തന്നു. അദ്ദേഹത്തിനാണെങ്കിൽ ആകെ ടെൻഷനായി. ഭാര്യയുടെ എങ്ങനെ വന്നു? ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ബ്രാഹ്മണൻ നീ ഇവിടെ ഇരിക്കി, കാശ് വീട്ടിലുണ്ട്, ഞാൻ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ വീട്ടിൽ ഓടി തെരുവിലേ വിളിച്ചോണ്ട് വരെയാണ്. ഭാര്യയുടെ പത്മാവതി എന്തുവാണ്, പത്മാവതി നിന്റെ മോതിരം എവിടെ? മോതിരം ഈ സ്ത്രീ പേടിച്ചു. കാരണം ഇങ്ങനെ അറിഞ്ഞാല് ആകെ പ്രശ്നമാവും. എന്ത് ചെയ്യണം ഇവർ പേടിച്ചു പോയി. കൃഷ്ണ പാണ്ഡുരംഗ ഇട്ടത പാണ്ഡുരംഗന്റെ മുമ്പേ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കാൻ ആ ഒരു നല്ല ഉദ്ദേശത്തിൽ ചെയ്തു. പക്ഷെ ഇങ്ങനെ ദോഷമായി പോയി, ഇപ്പൊ ഞാൻ എന്ത് മറുപടി പറയും എന്ന് പറഞ്ഞപ്പോൾ അവരെ കയ്യിൽ അതേപോലത്തെ ഇനിയൊരു മോതിരം അതേപോലെ കയ്യിൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റും. ഭർത്താവ് വന്നപ്പോ അവർ ഊരി കൊടുത്തു. ഇത് നോക്കിയപ്പോ അതേ മോതിരം ഇനിയൊന്നെണ്ണം, രണ്ടാണ്. ഇത് എവിടെ പോകണം, എന്താണെന്ന് അതിനാൾ സ്തംഭിച്ചു നിൽക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, ഈ സർവത്ര ഐശ്വര്യത്തിന്റെയും ഉടമ അവകാശം ആർക്കാണ്? ലക്ഷ്മിയെ തൊട്ടടുത്ത് തന്നെ വെച്ചിരിക്കുകയല്ലേ. അല്ലേ? അപ്പോ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഒരു ക്ഷണം കൊണ്ട് ഭഗവാൻ അതേ പോയ സമ്പത്ത് അതേപോലെ ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഈ സമ്പത്തും തിരിച്ചു കിട്ടി, അതേപോലെ ദാനം ചെയ്തതിന്റെ പുണ്യവും കിട്ടി. ഇത് എല്ലാ ഐശ്വര്യവും നമ്മള് ഇവിടെ തിരുപ്പതിയിൽ പോയാൽ സുപ്രഭാതം പാടാറില്ല രാവിലെ. കൗസല്യ സുപ്രജ പൂർവ സന്ധ്യ ആദ്യം ഇവിടെ തിരുപ്പതിയിലെ വെങ്കടേഷ്, അത് വേറെ വെങ്കടേശ സുപ്രഭാതം. അപ്പൊ അതിൽ ഒരു വരി പറയുന്നു, ബ്രഹ്മാവ്, ശിവൻ, സൂര്യൻ, യമൻ ഇവർ 4 പേരും അങ്ങയുടെ ആജ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കണം അന്നത്തെ ജോലി ചെയ്യാൻ. അതുകൊണ്ട് ഭഗവാനെ ഉണർന്ന് എഴുന്നേറ്റ് വന്ന് അവർക്ക് ആജ്ഞാപിക്കാം. ആരൊക്കെ കാത്തിരിക്കുന്നുണ്ട്? സൂര്യൻ. കാരണം സൂര്യൻ ഓർഡർ കൊടുത്താലേ രാത്രി പകരം വരും. യമന് ഓർഡർ കൊടുത്താലേ ആരും ജീവിക്കണം, ആരും മരിക്കണമെന്ന് തീരുമാനം എടുക്കാൻ പറ്റും. ഇത് എല്ലാം പണം, സമ്പത്ത്, ആരോഗ്യം, യശസ്, കീർത്തി, ഇതെല്ലാം ആരുടെ കാലിലാണ് കിടക്കുന്നത്? അപ്പൊ ഭഗവാനെ മറന്ന് ഈ സമ്പത്ത്, ആരോഗ്യം തനിച്ച് നമ്മൾ നേടാൻ പോയാൽ കിട്ടോ? ഇപ്പൊ നവകോടി നാരായണ എല്ലാം ഉണ്ടായിരുന്നു, സമ്പത്തെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് സത്യം മനസ്സിലായി. ഉടനെ ദാനധർമ്മങ്ങളെല്ലാം ചെയ്ത് അയാൾ പുരന്ദരദാസനായി മാറി ഭഗവാന്റെ നാമം പ്രചരിപ്പിച്ചു. മഹിമ അറിഞ്ഞപ്പോൾ ഭഗവാന്റെ നാമം പ്രചരിപ്പിച്ച അദ്ദേഹം കൃഷ്ണ ഗീതയിൽ പറയുന്നു, ഭാഗവതത്തിൽ പറയുന്നു, എന്നെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തില് കണ്ണും അടച്ച്, അതായത് മനോഹരമായ ശ്ലോകം 11-ാം സ്കന്ധത്തിൽ ഉത്തരം പറയാം, എന്നെ ഒരുത്തൻ പൂർണ്ണമായി വിശ്വസിക്കുവാണ്, അവൻ കണ്ണ് കെട്ടി, തുണി കൊണ്ട് കണ്ണ് കെട്ടി ഓടിയാലും അവൻ കാല് ചെറുക്കി വീഴുകയില്ല, തട്ടിവിടയില്ല, വീഴയില്ല, എന്റെ 2 കൈ കൊണ്ട് ഞാൻ അവനെ താങ്ങി പിടിച്ചു എന്നൊരു ശ്ലോകം. പക്ഷെ എന്ത് വേണം നമുക്ക്? ഭഗവാൻ എല്ലാം സംരക്ഷിക്കും എന്ന ദൃഢമായ വിശ്വാസം. അതുണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ ഒന്നും നോക്കുന്നില്ല. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? കൃത്യമായ നാമജപം, ഭഗവത്ഗീത, ഭാഗവതം പോലെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും, സേവനം ചെയ്യണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഉറങ്ങി ജപിച്ചാൽ അവർ ജപിച്ചിട്ട് മറ്റേ ചെയിൻ ബിസിനസ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ 3 പേര് പിടിച്ചാൽ അവർ 3 പേരെ പിടിച്ചാൽ എല്ലാത്തിനും ഒരു ശേഷം നമുക്ക് കിട്ടുമില്ലേ? ഇത് തുടങ്ങി വെച്ചത് കൃഷ്ണൻ. പിന്നെയാണ് മറ്റേ കമ്പനിക്കാരെല്ലാം തുടങ്ങി വെച്ചത്. മനസ്സിലായില്ല? അത് പലതും പറ്റിപ്പാണ്. ഇത് യഥാർത്ഥത്തിൽ തുടങ്ങി വെച്ചത് ആരാണ്? കാരണം കൃഷ്ണൻ പറയുന്നു, ഈ രഹസ്യജ്ഞാനം ഒരു ഭക്തൻ ഇനി ഒരുത്തൻ പറഞ്ഞു കൊടുത്താൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു. ഇത് ഒരാൾ വിതരണം ചെയ്യുമ്പോ അവന് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഒരു
പെൺകുട്ടി ജർമ്മനിയിൽ ഇങ്ങനെ ബുക്ക് വിൽക്കാൻ ഭഗവത്ഗീത ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൊക്കെ ബുക്ക് വിതരണം. ആ പെൺകുട്ടി ബുക്ക് വിൽക്കാൻ പോയ സമയത്ത് നല്ല അതിവേഗത്തിൽ വന്ന ഒരു വാഹനം തട്ടി മരിച്ചു. 16-17 വയസ്സ്. എല്ലാവരും കരഞ്ഞിട്ട് പറഞ്ഞു, എന്തൊരു മരണം, മോശമായി, ഇത്രയും നല്ല കാര്യം ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മരണപ്പെട്ടല്ലോ. അപ്പൊ പ്രഭുപാദൻ പറഞ്ഞു, മരണം എങ്ങനെയാണെന്ന് നോക്കണ്ട, ഗതി ചെന്ന് ചേർന്ന ലക്ഷ്യം എന്താണെന്ന് നോക്കണം. കാരണം കൃഷ്ണനെ ഭഗവാൻ എങ്ങനെ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോയത്? കൃഷ്ണ ഭഗവാൻ എങ്ങനെ തിരിച്ചുപോയി? ഒരു അമ്പേറ്റ്, ഒരു കാട്ടാള അമ്പേര് കൊടുത്തു. ആരും വിചാരിക്കോ അയ്യോ കൃഷ്ണനെ അമ്പേര് പോകുമ്പോ എന്ന് വിചാരിക്കും. കാരണം ശ്രീരാമചന്ദ്രമൂർത്തി എങ്ങനെയാണ് തിരിച്ചു പോയത്? സരയൂ നദിയിലൊക്കെ ഇറങ്ങിപ്പോ. ഇതുപോലെ കാരണം ഈ അപകടം ഒരു കാരണം. ആ ഭക്ത അത്രയും മനോഹരമായി സേവനം ചെയ്തതുകൊണ്ട് ഭഗവാൻ അങ്ങനെ എടുത്തു. ഇപ്പൊ ഗജേന്ദ്രന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. അറിയാമോ? അറിയില്ല. എന്ത് പറ്റി? ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് ചിത്രമാണ് വരുന്നത്? എന്ത് ചിത്രം വരുന്നു? ഗജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആനയെ മുതല പിടിച്ചു. ഇപ്പൊ ഭക്തി ഇല്ലാത്തവർ എന്ത് വിചാരിക്കുന്നു? ഓ നല്ല ഭക്തൻ ഗജേന്ദ്രൻ, അവസാനം മുതല പിടിച്ച് ചത്തു, ഇങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. ഇതിന്റെ പുറകെ നടക്കുന്നത് ആരും അറിയുന്നില്ല. പുറകെ എന്താ നടക്കുന്നത്? ഭഗവാൻ വന്നു, മുതലയെ വധിച്ചു, ഗജേന്ദ്രനെ രക്ഷിച്ച് എന്ത് ചെയ്തു? മോക്ഷപ്രാപ്തി കൊടുത്തു. പക്ഷെ ഭക്തി ഇല്ലാതെ വെളിയിൽ നിന്ന് കാണുന്നവൻ എന്ത് കാണും? നല്ല ഭക്തനായിട്ട് മുതല പിടിച്ച് ഇങ്ങനെയല്ലേ വിചാരിക്കുള്ളൂ. അത് ഒരു കാരണമാണ്. ആക്ച്വലി വേറെ പലതും നടക്കും. അപ്പൊ അപകടം ഒരു കാരണമാണ്. പക്ഷെ ഭഗവാൻ അവിടെ വന്ന് കൈ പിടിച്ച് ആരെ കൊണ്ടുപോയി? ഭഗവാന്റെ കാഴ്ചപ്പാടിൽ കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്. ഭഗവാൻ എന്ന് പറയുന്ന മാപെരും സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം നല്ല കഥയാണ്. ഒരു ശിഷ്യൻ, സാധാരണ ഒരു ശിഷ്യൻ. അപ്പോ ഗുരു ശിഷ്യൻ, ഗുരു നല്ല കവിയാണ്, പാട്ടൊക്കെ പാടി, ശിഷ്യൻ നല്ല പാട്ടൊക്കെ പാടി. രാജാവിന്റെ നടൻ കണികൻ, ശിഷ്യന്റെ പേര് കണികൻ. രാജാവ് ഗുരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ട് പാട്ട് പാടുന്നത്, എന്നെ കുറിച്ച് അത് 2 പാട്ട് സിനിമയിലൊക്കെ വരുന്നില്ല. അപ്പോ രാജാവ് ആ ശിഷ്യനെ ഗുരുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ കുറിച്ച് പാട്ട്. ഗുരു പറഞ്ഞു, ഭഗവാനെ സ്തുതിക്കുന്ന നാവ, അല്ലാതെ വേറെ ആരും സ്തുതിച്ച് കവിതകളൊന്നും പാടും. രാജാവ് പറഞ്ഞ, അന്നാ എന്റെ രാജ്യത്തിൽ നിനക്ക് കാര്യമില്ല, നീ എന്റെ നാട് വിട്ടു. ശിഷ്യനെ വിളിച്ച് പറഞ്ഞു, നീ എന്റെ പാട്ട് പാടി, നിനക്കും നിന്റെ ഗുരുവിലേക്ക് എത്തും. ശിഷ്യൻ പറഞ്ഞു, ഗുരു ചെയ്യാത്ത ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. ഗുരു പാടിയില്ലെങ്കിൽ അത് ഞാൻ പാടും. ഗുരു അംഗീകരിച്ച് പാടിയിട്ട് ഞാനും പാടും. രാജാവ് പ്രജകളെല്ലാം എന്നെ കണ്ട് ഭയന്നിരിക്കുകയാണ്. നീ ഒരു സാധാരണ എണ്ണത്തിനെ കുറിച്ച് പാടില്ലേ? ഞാൻ പൊക്കോളം. അപ്പൊ ശിഷ്യൻ എന്റെ ഗുരു മുന്നേ നടക്കുന്നു, ശിഷ്യൻ പുറകെ കിട്ടി സന്യാസ വഴി ശിഷ്യനെ പുറകെ. ഇതൊരു തഞ്ചാവൂരിൽ ഭഗവാൻ ഇങ്ങനെ അനന്തന്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കിടക്കുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം ആകാശം നോക്കി കിടക്കുക. കാരണം മലയാളികളായിരുന്നു. തമിഴ്നാട്ടിൽ ശ്രീരംഗത്തിൽ പോയ തലയ്ക്ക് കൈ വെച്ച് തിരിച്ച് ഇങ്ങോട്ട് നോക്കി കിടക്കും. പത്മനാഭസ്വാമി ആരെയും നോക്കുന്നു. അപ്പൊ അവിടെയും അനന്തന്റെ പുറത്ത് ഇങ്ങനെ ഭഗവാൻ കിടക്കുക. അപ്പൊ ഭഗവാൻ ചോദിച്ചു, കണികണ്ണ നീ എവിടെ പോകണം? അപ്പൊ കണികണ്ണൻ കാര്യമൊക്കെ പറഞ്ഞു. ഗുരു പാടാൻ പറഞ്ഞു, ഞാൻ പാടില്ല, ഭഗവാനെ മാത്രമേ പാടുള്ളൂ, ഞാൻ പോകണം. അപ്പൊ ഭഗവാൻ ചോദിക്കും, അപ്പൊ കണികണ്ണ എന്റെ ഗതി എന്താണ്? കണികണ്ണൻ പറഞ്ഞു, ഞാൻ എന്ത് പറയുന്നു, ഭഗവാനെ എന്നെ ഇഷ്ടമാണെങ്കിൽ ഇവിടെ ഒന്നാകുന്നു. ആൾവാർമാർ പാടുന്നു, പാമ്പൻ പടുക്കയെ പായിപ്പോൽ. പാമ്പൻ പടുക്ക എന്ന് പറഞ്ഞു പാമ്പു, അനന്തൻ, ആ കിടക്ക, അനന്തനാകുന്ന ആ ബെഞ്ചിനെ എങ്ങനെ ചുരുട്ടിയത്? പായെടുത്ത് ചുരുട്ടൂല്ലേ? ഭഗവാൻ എന്ത് ചെയ്തു? എണീറ്റിട്ട് അനന്തനെ ചുരുട്ടി എടുത്ത് കഷത്തിൽ വെച്ചിട്ട്
കടികണ്ണന്റെ പുറകെ നടക്കാറുണ്ട്. മുന്നേ ഗുരു നടക്കുന്നു, ഗുരുയുടെ പുറകെ ആര്? ശിഷ്യൻ. ശിഷ്യന്റെ പുറകെ ആരാ? ഭഗവാൻ. പാമ്പിനെടുത്ത് വെച്ചിട്ട് കിടക്കിടക്ക് കിടക്കാം. ഭഗവാൻ പോയപ്പോ ഭൂമിദേവി, ലക്ഷ്മിദേവി, ഇന്ദ്രൻ, ചന്ദ്രൻ, 30 ദേവി ദേവന്മാർ അടുത്ത ക്ഷണം രാജാവിന്റെ രാജ്യം ഭൂമി വിള്ളലുണ്ടായി. ഭൂമിയിൽ വെള്ളം നഷ്ടപ്പെട്ടു, കിണറുകൾ വറ്റി, കൃഷി ഉണങ്ങി, ഭൂമി വിള്ളലുണ്ടായി, പാമ്പുത്തേടുകൾ പുറത്തു വരാൻ തുടങ്ങി. അപ്പൊ ഭഗവാൻ ഈ രാജാവ് നോക്കിയപ്പോ പറമ്പില് ലക്ഷ്മിദേവി ഇതാ നടന്നു പോകും. അപ്പൊ ഓടി ചെന്ന് ദേവി എന്നാ പോകും? എന്റെ രാജ്യത്തിന് ദേവി എന്റെ രാജ്യം വിട്ടിട്ട് എവിടെയാ പോണേ? എനിക്കറിയില്ല, മുന്നേ പോകുന്നവരുണ്ട്. ഓരോരുത്തരായിട്ട് അവർ മുന്നേ പോകുന്നവരുണ്ട്. അവസാനം എല്ലാവരും വന്ന് ഭഗവാൻ ഉണ്ടായാലേ നമ്മളുണ്ടാവുള്ളൂ. ഭഗവാൻ ഇല്ലാത്ത സ്ഥലത്ത് ദേവിമാർക്ക് ലക്ഷ്മി, ഭൂമി, നീലാദേവി, 30 അവർക്ക് എന്താ കാര്യം? ഭഗവാൻ ഇന്നത്. ഭഗവാന്റെ അടുത്ത് കൃഷ്ണ നീ കണികണ്ണൻ, കടികണ്ണന്റെ അടുത്ത് പറഞ്ഞപ്പോ പറഞ്ഞു എന്റെ ഗുരുവിനെ അങ്ങനെ പോയി ഗുരുവിനെ തിരിച്ചു വിളിച്ചപ്പോ ഈ മൊത്തം യൂട്ടേൺ അടിച്ച് തിരിച്ചു വന്നു. അങ്ങനെ സർവൈശ്വര്യം കിട്ടിയ നാടായിരുന്നു. അപ്പോ ഇത് ജനങ്ങൾക്ക് രഹസ്യമാണ്. അവർ ഓരോ ഐശ്വര്യമായി പ്രത്യേകിച്ച് കോടതിയിൽ പോവാൻ ആരെ പിടിക്കണം? ഭഗവാനെ പിടിച്ചിട്ട് എല്ലാ ട്രെയിനും പോലെ നമ്മുടെ വീട്ടിൽ. അപ്പൊ ദീപാവലി ദിവസം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈശ്വരൻ എവിടെ ഉണ്ടോ എല്ലാ ഈശ്വരനും. ഈ ജ്ഞാനം ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എല്ലാം വെച്ച് ഭഗവാന് ദാമോദരാദിയെല്ലാം കാണിച്ച് പ്രാർത്ഥന. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. നാളെ ഇന്ന് വൈകുന്നേരം നമ്മുടെ അമ്പലത്തിലൊക്കെ നാളെ ഉച്ചയ്ക്ക് ഇവിടെ പൂജയുണ്ട്, അമ്പലത്തിലൊക്കെ ഇവിടെ നിന്ന് കൂടാൻ സാധിക്കും. കൂടുക. നിങ്ങൾക്കും പ്യൂർലി വെജിറ്റേറിയൻ ആണെങ്കിൽ വെജിറ്റേറിയൻ ആയ നമുക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സിനൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്നത്. നാളെ ഞാൻ ഭഗവാൻ ഗോവർദ്ധന ഇപ്പൊ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ട ഇഷ്ടം. അപ്പൊ ഇനിയും പുതിയ പുതിയ ആൾക്കാരെ അവരെല്ലാം ഭക്തരാണ്. ഈ കാര്യം നാട്ടുകാർ അറിയും, എന്നാലല്ലേ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക. ശരി, ഹരേ കൃഷ്ണ.